ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളെ യാത്ര തുടരുകയാണ്. ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആയിരിക്കും. ഈ ഒരു പാർട്ടോട് കൂടി നമ്മുടെ കോളേജിലത്തെ ലാസ്റ്റ് ട്രിപ്പ് കഴിയാൻ പോവാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് മെമ്മറബിൾ ആയിട്ടുള്ള ലാസ്റ്റ് ട്രിപ്പിലെ ലാസ്റ്റ് സ്പോട്ട്, അതായത് നമ്മൾ 2 സ്പോട്ട് കൂടിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പോകുന്നത്. അതായത് ഒന്ന് നമ്മളെ റിസോർട്ടിലേക്ക് നമ്മൾ തിരിക്കുകയാണ്. രാമക്കൽ കടൽ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ റിസോർട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ റിസോർട്ടിൽ അവിടെ വെച്ചിട്ട് റിസോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് നമുക്ക് കാണാനുണ്ട്. സോ അത് നൈറ്റുള്ള വ്യൂവും അതുപോലെ മോർണിംഗ് ഉള്ള വ്യൂ കറക്റ്റായിട്ട് കാണിക്കുന്നത്. സോ അപ്പോൾ അങ്ങനെ നമ്മൾ റിസോർട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഒരു നൈറ്റ് നമ്മളൊരു 7 മണി ഒക്കെ ആകുമ്പോൾ നമ്മൾ റിസോർട്ടിലുണ്ട്. ഓക്കെ, റിസോർട്ടിലെ അടിപൊളിയായിട്ടുള്ള കാഴ്ചകളെ കാണാം. ഇനി നമ്മൾ നേരെ DJ പാർട്ടിക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി DJയിലാണ്. ഏകദേശം 1 മണിക്കൂറോളം കിടിലനായിട്ടുള്ള DJ ആയിരുന്നു. സത്യം പറയാലോ, DJ അടിപൊളിയായി. എന്നാൽ ഞാനിതുവരെ ഇങ്ങനത്തെ DJ പരിപാടിയിൽ കറക്റ്റായിട്ട് ഇങ്ങനത്തെ ഒരു പ്ലേസിൽ നമ്മൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂട്ടുകാരും ഒന്നിച്ചിട്ടുള്ള ഈ ഒരു DJ സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. സോ DJയിൽ ലാസ്റ്റ് ആയിട്ട് നമ്മൾ അടിപൊളിയായിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തു. സത്യം പറയാലോ, സംഭവം അടിപൊളിയായിട്ടുണ്ട്, കളറായിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ട്സ് എല്ലാവരും വന്നിരുന്നു വ്ളോഗിന്. അതായത് വീഡിയോ എടുക്കുമ്പോൾ ലാസ്റ്റിട്ട് എല്ലാവരും വന്നു. അവരോടൊക്കെ അഭിപ്രായം ചോദിച്ചപ്പോൾ എല്ലാവരും അടിപൊളി ഉള്ള രീതിയിൽ തന്നെ നമ്മളോട് പറഞ്ഞതൊക്കെ. അങ്ങനെ DJ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ, ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഫുഡ് കഴിക്കാൻ നമുക്കുള്ള ക്യാൻറ്റീനാണ് നിങ്ങൾ കാണുന്നത്. ഫുഡ് കഴിക്കുന്ന ഒരു സ്ഥലം. ഓക്കെ, നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് വ്ളോഗ് എടുത്തിട്ടില്ല, ഫുഡ് കഴിക്കാൻ പോകുന്ന ഒരു ഭാഗത്ത്. സോ സംഭവം അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അന്ന് ഉണ്ടായിരുന്നത്. ഹായ് ഗൈസ്, സോ എല്ലാവരും ഫുഡ് കഴിച്ചിരിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും? ഇവനാണ് നമ്മളെ താരം. എന്തെങ്കിലും ഒരു 2 പേര് പാട്ടാണോ? എങ്ങനെ ഊളിക്ക് ക്യാമറ അല്ലടാ. റിസോർട്ടിലെത്തിയിട്ട് അധികം വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഒന്നാമത് ഇപ്പം തന്നെ ഒരുപാട് വീഡിയോസ് പെൻഡിങ്ങിലാണ്. അപ്പോൾ എല്ലാം ഒന്ന് റെഡിയാക്കി വരുമ്പോഴത്തേന് കുറച്ച് ടൈം എടുക്കും. അപ്പം സ്റ്റോറേജ് ഇങ്ങനെ ചെറിയ ഇഷ്യൂ ഉണ്ടായതുകൊണ്ടാണ് റിസോർട്ടിൽ നമ്മൾ അധികം വീഡിയോസ് എടുക്കാത്തത്. സോ റിസോർട്ട് നമ്മളിപ്പോൾ നേരത്തെ കണ്ട ആ ഒരു വ്യൂ പോയിന്റിൻ്റെ ഒക്കെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. സത്യം പറഞ്ഞാൽ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള റിസോർട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം എന്താവുക റിസോർട്ടിലെത്തുക. ഓക്കെ, റിസോർട്ടിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു ആംബിയൻസ് ആണ് കേട്ടോ. പിന്നെ ഫുഡാണെങ്കിലും ഫുഡ് എല്ലാം അടിപൊളിയാണ്. പിന്നെ സ്റ്റേ ചെയ്യാനുള്ള റൂം കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ല. ഇപ്പം നമ്മൾ നേരത്തെ മറ്റേ റൂം പറഞ്ഞു, അതേപോലെ തന്നെ റൂമിൻ്റെ കാര്യങ്ങൾ അത്യാവശ്യം നല്ല സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് റൂം. അപ്പം ബെഡ്റൂമിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ല. ഓക്കെ, അപ്പം മാക്സിമം എന്താ ചെയ്യുക, എല്ലാവരും സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു രസം കിട്ടുള്ളൂ. പിന്നെ DJ പാട്ടിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് എന്തായാലും കറക്റ്റായിട്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് സ്വിമ്മിംഗ് പൂള് കാര്യങ്ങൾ വരുന്നത്. അത് ചെറിയ രീതിയിൽ കാണിക്കാം ഏതായാലും. ഓക്കെ, ഈ ഒരു രീതിയിൽ നമുക്ക് നെറ്റ് കിട്ടും. ഓക്കെ, പിന്നെ ഇതല്ലാതെ ഉണ്ട്. അതൊക്കെ ഞാൻ ഏതായാലും അധികം ടൈമൊന്നും എടുക്കാൻ നിന്നില്ല. നമ്മൾ നേരെ പൂളിലെത്തിയിട്ടുണ്ട്, സ്വിമ്മിംഗ് പൂളിൽ. സോ ഏകദേശം 1 മണിക്കൂറാണ് നമുക്കുള്ള ടൈം എന്ന് പറയുന്നത്. സത്യം പറഞ്ഞല്ലോ, നല്ല തണുപ്പില്ല നേരം കൂടിയാണ്. നമ്മളെന്തായാലും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല നല്ല തണുപ്പാണ്. കാരണം നമ്മളൊരു 10 മണി നമ്മളതിൽ ലാസ്റ്റ് നമ്മളാണ് സ്വിമ്മിംഗ് പൂളിൽ എടുത്തത്. ഓക്കെ, റിസോർട്ടിൽ നിലവിൽ 3-4 ടീമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഓരോ മണിക്കൂർ വെച്ചിട്ടാണ് അവർ ആക്കിയത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വ്യൂ പോയിന്റ്. അത് നമ്മളെ ഹൃദയത്തിലുള്ള എവിടെ ഹൃദയം പറയുമ്പോ എവിടെ കാണില്ലേ തീയാണോ? ഇതേപോലെ ഒരു അവസരം നമുക്ക് കിട്ടും. എന്ത് വൈബ് അറിയോ, അടിപൊളി സ്ഥലം. ഭൂമിയിലെ സ്വർഗം ഇതാണ്. എല്ലാരും കേട്ടെത്താ, എല്ലാവർക്കും വൈബ് ചെയ്യാൻ പറ്റും. സെറ്റ് ആക്കാം.
തണുക്കുന്നു. ഏതായാലും നൈറ്റ് ആയതുകൊണ്ട് തന്നെ നൈറ്റ് നമ്മൾ വീഡിയോ എടുത്തപ്പം വ്യൂ പോയിന്റ് ഒരു അനക്കം പോലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയില്ല. അതായത് വ്യൂ പോയിന്റ് പറയുമ്പോൾ അവിടെ അടിപൊളിയായിട്ടുള്ള കാറ്റും കാര്യങ്ങളും നമ്മളെ നൈറ്റ് അവിടെ കാത്തിരിക്കുന്നത്. പിന്നെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് അവിടെ വെളിച്ചം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. തൊട്ടടുത്തുള്ള എല്ലാ മറ്റു മലയിലെ കാഴ്ചകളാണ് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയുന്നത്. സോ കിടിലനായിട്ടുള്ളൊരു വ്യൂ ആണ്. സത്യം പറയാലോ അടിപൊളിയാണ്. നമുക്ക് നല്ല രീതിയിൽ ടൈം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഏതായാലും സൗണ്ട് ബോക്സ് ഒക്കെ ആയിട്ട് നമ്മൾ പോയി ചെറിയ പാട്ടൊക്കെ എടുത്ത് എല്ലാവരും പാട്ടൊക്കെ കേട്ട് അങ്ങനെ സംസാരിച്ചു. രാത്രിയാണ് നമുക്ക് ഒന്നും പറയാൻ ടൈം കളഞ്ഞു. ടൈം കളയല്ല, അവിടെ എക്സ്പ്ലോർ ചെയ്തു. ശരിക്കും പറയാലോ കൂടുതൽ ടൈം നമുക്ക് അവിടെ സംസാരിക്കാം. നല്ലൊരു ഏരിയ ആണ്. അത്യാവശ്യം നല്ല തണുത്ത ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ഏരിയ കൂടിയാണ് അത്. പിന്നെ നല്ല തണുപ്പുള്ള ടൈം കൂടെ ആയതുകൊണ്ട് നമ്മളെന്തായാലും അവിടെ വേറെ ടൂറിസ്റ്റുകാരുണ്ടാക്കിയ തീയിലെന്നെ നമ്മള് ജസ്റ്റ് ആ തണുപ്പിന് ഒന്ന് ചൂടിലേക്ക് നല്ല കിടിലനായിട്ടുള്ള പ്ലേസ് ആണ്. റിസോർട്ട് എടുക്കുകയാണെങ്കിൽ റിസോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വ്യൂ പോയിന്റ് നിങ്ങൾ എത്താതിരിക്കില്ല. കാരണം ഒരുപാട് പേര് വന്നു പോയി ഇപ്പം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും മാക്സിമം വേറെ നോക്കി ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ നിങ്ങൾക്ക് സംസാരിക്കാം. പിന്നെ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി ഏരിയ കൂടിയാണിത്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പറയണേ, ഇത്തരത്തിൽ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഈ ഒരു അവസരം ഇനി നിങ്ങൾക്ക് ഒരു പക്ഷേ കിട്ടിക്കോളുന്നില്ല. സോ നല്ല അടിപൊളി വൈബ് ഏരിയ ആണ്. രണ്ട് സൈഡിലും അടിപൊളിയായിട്ടുള്ള കൊതുകൾ നിങ്ങൾ കാണാൻ കഴിയില്ല. സോ ഇരുട്ടാണെങ്കിലും ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ നേരെ തൊട്ടപ്പുറത്തുള്ള മലകൾ നമുക്ക് നല്ല വർണ്ണമായ രീതിയിൽ കാണാൻ പറ്റും. ഓക്കെ, നല്ല വെളിച്ചങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യൂ. സോ പിന്നെ ചന്ദ്രന് ഒക്കെ അടിപൊളി വൈബ് ഏരിയ ആണ്. ഓക്കെ, നമ്മളിപ്പം കുറച്ച് ആൾ മാത്രമേ എത്തിയിട്ടുള്ളൂ. എല്ലാവരും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ അടിപൊളി ഏരിയ ആണ്. എല്ലാവരും വരും. ഓക്കെ, തീയില് തീ കത്തിച്ചിട്ട് എല്ലാവരും തീൻ്റെ റൗണ്ടായിട്ട് എല്ലാവരും നിന്നു. അങ്ങനെ ഞങ്ങളങ്ങനെ കുറച്ച് പേര് അങ്ങനെയും സംസാരിച്ചു. സത്യം പറയാലോ ഇതൊക്കെയാണ് രസം. ഓക്കെ, ഇതൊക്കെ ലൈഫിലൊരു ഓർമ്മയും കൂടിയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്താ വെച്ചാൽ നമ്മളെ സബ്സ്ക്രൈബേഴ്സിൽ ആരെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇനി മോർണിംഗ് ഓക്കെ, നമ്മൾ മോർണിംഗ് ആയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മൾ റിസോർട്ടിൽ നിന്ന് നമ്മളെ മോർണിംഗത്തെ ദൃശ്യം നിങ്ങൾ കറക്റ്റായിട്ട് കാണാം. ഏകദേശം ഒരു 7 മണി 7:30 ആയി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ. അപ്പം നമുക്കിനി തിരിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ അതിന് തൊട്ടുമ്പോൾ നമ്മൾ ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ബസ് അറിയാലോ. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ. ബസ്സുകാരും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഇന്നലെ നൈറ്റ് വന്ന ആ ഒരു വ്യൂ പോയിന്റ്. സോ നമുക്കത് കാണാം. പോകുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ട് തന്നെ ഇവിടുന്ന് നേരെ വണ്ടറിൽ പോകണം. ഓക്കെ, വണ്ടറിൽ നിന്ന് ഞാൻ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ വീഡിയോസ് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നലെ കണ്ട വ്യൂ പോയിന്റിലേക്ക് നമ്മൾ ജസ്റ്റ് നീങ്ങും. ഓക്കെ, പോയിന്റിൽ എത്തിയിട്ടുണ്ടോ? വ്യൂ പോയിന്റിൽ വരുന്ന വഴിയാണ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ റിസോർട്ടിൽ നിന്ന് ആകെ കുറച്ച് ദൂരം മാത്രം നടക്കാനുള്ളൂ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ വൈബ് നല്ല കാറ്റാണ്. അവിടെ കേട്ടോ ശരിക്കും പോകേണ്ടത്. ഞാനിന്നെ അവിടെ ഏകദേശം എല്ലാവരും എത്തി തുടങ്ങി. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ആരുമില്ല. ഓക്കെ, നിങ്ങൾ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ നൈറ്റ് കണ്ട. സോ നമ്മൾ എത്താൻ കുറച്ച് വൈകി. ഇല്ലാന്നെങ്കിൽ നല്ല മഞ്ഞിലൊരു കാഴ്ച കാണാൻ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത്ര അടിപൊളിയായിട്ടുള്ള ഒരു ഏരിയ കിട്ടും. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മഞ്ഞ് കൂടിയത് കറക്റ്റായിട്ട് കാണാം. സോ ഇന്നലെ നൈറ്റ് നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റിലായിരുന്നു. അപ്പോൾ നൈറ്റ് നമ്മൾ കണ്ട ആ ഒരു വ്യൂ പോയിന്റ് ഇപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ കഴിയും. ഓക്കെ, ഏകദേശം 7:30 മാത്രമേ ആയിട്ടുള്ളൂ. സോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള വ്യൂ പോയിൻ്റാണ്. നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം എത്താം കേട്ടോ. എന്തായാലും മോർണിംഗിൽ ഇവിടെ വരികയാണെങ്കിൽ അത് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ പറയാൻ കാരണം എന്താ വെച്ചാൽ നല്ല തണുപ്പാണ്, നല്ല തണുത്ത കാറ്റും വീശുകൂടി. അപ്പോൾ നിങ്ങൾക്ക് സൂര്യനെ കാണാമോ? സൂര്യന് വന്നു തുടങ്ങിയിട്ടുള്ളൂ. അപ്പോഴും നല്ല കാറ്റും കാര്യങ്ങളാണ് ഇവിടെ.
കുറച്ചങ്ങോട്ട് താഴത്തേക്ക് വന്നാൽ മിക്ക ഏരിയയിലും ഇങ്ങനെ കാറ്റാടികളുണ്ട്. ഓക്കെ, ഞാൻ കാറ്റാടി നേരത്തെ നിങ്ങളെ കാണിക്കാൻ മറന്നു. നമ്മളൊരു സ്പോട്ടിലെത്തിയപ്പോൾ കാറ്റാടി കറക്റ്റ് കണ്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും കാറ്റാടികളെ കാണാനുള്ള അവസരം. ഓക്കെ, അപ്പോൾ ഈ കാറ്റാടികളിലൂടെ നിലവിൽ വൈദ്യുതിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഓൾറെഡി. അപ്പം കാറ്റാടികളെ എല്ലാ ജില്ലയിലും അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കണം. ഓക്കെ, പൊളി, ഒരു രക്ഷയില്ല, നല്ലൊരു ഏരിയ ആണ്. മാക്സിമം എല്ലാവരും എത്തണം. ഓക്കെ, അപ്പോൾ ഈ രാമത്തിമേടിൽ നമ്മൾ മിക്ക സ്പോട്ട് നമ്മൾ പോയ എല്ലാ സ്പോട്ടും നിങ്ങൾ കാണിച്ചു തന്നു. അതിലൊരു സ്പോട്ടാണ്. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. നല്ല തണുത്ത കാറ്റുപോട് വീശിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു 4 മണിക്കൂറോളമുള്ള അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറിൻ്റെ അടുത്തേക്കുള്ള ഒരു ലോങ് യാത്രയാണ് നമ്മളിനി തുടരുന്നത്. സോ അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അടുത്തൊരു സ്പോട്ടിലേക്ക് പോവുകയാണ്. അടുത്ത സ്പോട്ട് പറഞ്ഞാൽ നമ്മളിനി കൊച്ചി വണ്ടർലയിലേക്കാണ് പോകുന്നത്. വണ്ടർലയോട് കൂടി നമ്മൾ ട്രിപ്പ് അവസാനിക്കും. സോ പോകുന്ന വഴിക്ക് കണ്ട കിടിലനായിട്ടുള്ള കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ലോങ് യാത്ര ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇറങ്ങി ജസ്റ്റൊക്കെ റെസ്റ്റ് എടുത്തിട്ട് തന്നെ യാത്ര മുന്നോട്ട് പോയത്. കാരണം അല്ലെങ്കിൽ റിസ്ക്കാണ്. സോ ഏതായാലും നമ്മൾ വണ്ടർലയിൽ എത്തി. കുറച്ച് ടൈം വൈകിട്ടാണ് നമ്മൾ എത്തുന്നത്. ടൈം വൈകി പറഞ്ഞാൽ ശരിക്കും ഒരു 10 മണിയാകുമ്പോഴത്തേന് എത്തണം. നമ്മൾ എത്തുമ്പോൾ തന്നെ ഒരു 12 മണിയുടെ അടുത്തായിട്ടുണ്ട്. ഏതായാലും വണ്ടർലയിൽ നമ്മളെത്തി. വണ്ടർലയിൽ സത്യം പറയാലോ കിട്ടില്ല, പേടിയും പോയി. സത്യം പറഞ്ഞാൽ ഇതായി നമ്മൾ സത്യം പറയാലോ ഒരു റൈഡിൽ പോകണം. ഞാനൊക്കെ ശരിക്കും കണ്ണ് ചിമ്മിക്കുകയും ഈ ഒരു ടൈം ഈ റൈഡിലും കറക്റ്റായിട്ട് നമുക്ക് കയറി. ഈ ഒരു റൈഡിൽ മാത്രമാണ് ഞാൻ കയറാത്തത്. പിന്നെ കുറേ റൈഡ് നമുക്ക് മിസ്സായിട്ടുണ്ട്. കാരണം നമ്മൾ ടൈം എത്താൻ കുറച്ച് വൈകി. ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എല്ലാ റൈഡും സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ മാക്സിമം കിട്ടിയ എല്ലാ റൈഡിലും ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം അടിപൊളിയാണ്. ഇതിലൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ വരെ കയറുന്നുണ്ട്. അപ്പോൾ നിങ്ങളാരും കയറാതിരിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ റൈഡിലും കയറാം. നമ്മളിപ്പോൾ ഇതിൽ വാട്ടർ റൈഡ് മാത്രമാണ് ഇതിൽ അധികമൊന്നും ഇല്ലാതിരിക്കുകയും വീഡിയോയിൽ. വാട്ടർ റൈഡും അടിപൊളിയായിരുന്നു. വാട്ടർ റൈഡിൽ മിക്കതിൽ ഞാൻ കയറിയിട്ടുണ്ട്. റെയിൻ ഡാൻസ് കയറുന്നത് അത് കിട്ടിയില്ല. റെയിൻ ഡാൻസ് എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. ഏതായാലും അങ്ങനെ നമ്മളിപ്പോൾ വണ്ടർലയിലാണുള്ളത്. വണ്ടർലയിൽ നിന്ന് നമ്മളധികം വീഡിയോസ് എടുത്തിട്ടില്ല. നമ്മൾ ഉള്ളിൽ കയറിയിട്ടില്ല കേട്ടോ. ഉള്ളിൽ കയറിയിട്ടുണ്ട്, സോറി, ഫോൺ കൊണ്ടുപോയില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ, നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കാൻ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു. സൂഫി മന്തിയിലായിരുന്നു. സത്യം പറയാലോ അടിപൊളിയായിരുന്നു കേട്ടോ. അതും അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അത് മനഃപൂർവ്വം എടുക്കാതിരുന്നല്ല, ചാർജിൻ്റെ ചെറിയ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ യാത്ര പോവുകയാണ്. പോകുന്ന ഇടയിൽ നമ്മളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്, അവസാനമായിട്ടൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്പേസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മളൊരു സ്പേസിൽ നമ്മൾ വണ്ടി നിർത്തി. ഫോട്ടോ എടുക്കാൻ ഇറങ്ങിയ സമയത്താണെങ്കിൽ അവിടെ ചെറിയ പ്രശ്നം, അതായത് നമ്മൾ പാട്ടിടാൻ പറഞ്ഞു. അപ്പം ചെറിയ പ്രശ്നമാണ്. അത്രയുള്ളൂ.
കൊതിക്കുന്നു ഞാൻ നിന്നെ ചെന്താമരവിരിയും പോലൊരു പെഞ്ചിന് നൽകിയില്ലേ അഴകോറും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ ചെന്താമരവിരിയും പോലൊരു കാത്തു നിന്ന് ഞാൻ കോളേജിൻ മൈതാനത്ത് സാറ് ചൂടായ അപ്പോൾ അങ്ങനെ നമ്മളെ ട്രിപ്പ് കഴിയാണ്. ഓക്കെ, നമ്മളെ ട്രിപ്പ് കഴിഞ്ഞു. നമ്മളെ വീട്ടിലെത്താനായിട്ടുണ്ടാക്കുവേ.